ഓണം എക്സാം 2026 ഇന്ന് നടന്ന അടിസ്ഥാന പാഠാവലി ആൻസർ കീയാണ്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നില്ലേ? ഓക്കെ, മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വിശദമായ ആൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ആദ്യത്തെ ചോദ്യം വായിക്കാം എഴുതാണ്. ഒക്കെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്, ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വായിക്കാം എഴുതാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ. മലയാളം വെറും ഒരു ഭാഷ മാത്രമല്ല, അത് കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണ്. മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം ഭാഷയെ മറന്നുകൊണ്ടുള്ള ഒന്നാകരുത് അത്. മാതൃഭാഷയും നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റേത് ഭാഷയും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് മലയാളം തെറ്റുകൂടാതെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും നമ്മൾ ഓരോരുത്തരും ശീലിക്കേണ്ടതുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് ഭാഷയിലൂടെയാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, വിദേശ ഭാഷ, ആംഗ്യ ഭാഷ, മാതൃഭാഷ, ശാസ്ത്രഭാഷ. നമുക്കറിയാം, ആദ്യം തന്നെ അത് കൊടുത്തിട്ടുണ്ടല്ലേ. ആദ്യത്തെ സെന്റൻസിൽ തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്, മാതൃഭാഷ. ഇനി അടുത്തത്, മാതൃഭാഷയുടെ മാധുര്യത്തെ സൂചിപ്പിക്കുന്ന എങ്ങനെ? അമ്മയുടെ സ്നേഹം പോലെ, അച്ഛന്റെ കരുതൽ പോലെ, കൂട്ടുകാരെ പോലെ, ഗുരുവിന്റെ ഉപദേശം പോലെ. അതും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ വരിയിലുണ്ട്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ. അപ്പൊ ആരുടെ സ്നേഹം പോലെയാണ്? അമ്മയുടെ സ്നേഹം പോലെ. ഓപ്ഷൻ എ ശരിയായ ഉത്തരം. ഇനി അടുത്തത്, കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും അടങ്ങിയിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. എന്താണ് അത്? നാലാമത്തെ സെന്റൻസിലുണ്ട്. എന്താണ്? നമ്മുടെ ജീവിത രീതിയും കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണ്. മലയാളം ഭാഷ മാത്രമല്ല, അത് കേരളത്തിന്റെ സംസ്കാരവും ജീവിത രീതിയും ചരിത്രവുമാണ് എന്ന് 3ാമത്തെ ലൈനിലുണ്ട്. അപ്പം മലയാളം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത 4ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ലേഖനത്തിന്റെ പ്രധാന ആശയം എന്ത്? കവിതകൾ എഴുതണം, ഇംഗ്ലീഷ് പഠനം ഒഴിവാക്കുക, മാതൃഭാഷയെ സ്നേഹിക്കണം, മറ്റു ഭാഷകൾ സംസാരിക്കരുത്. ഇവിടെ ശരിയായ ഇത് ഏതാണ്? മാതൃഭാഷയെ സ്നേഹിക്കണം എന്നാണ് ശരിയായത്. അതുമായി ബന്ധപ്പെട്ട എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം, മാതൃഭാഷയെ സ്നേഹിക്കണം. ഓക്കെ, ഇനി അടുത്തത്, ഈ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രസ്താവനകൾ ഏതെല്ലാം? അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ. അത് ശരിയാണ്, അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ. നമ്മൾ വായിച്ചു കഴിഞ്ഞു, നമ്മൾ ഉത്തരം അടയാളപ്പെടുത്തി. ഇനി അടുത്തത്, മാതൃഭാഷ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് തെറ്റാണ്. മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് എന്നാണല്ലോ നമ്മൾ വായിച്ചത്. ഇനി അടുത്തത്, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന മാതൃഭാഷയിലൂടെയാണ്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് പ്രസ്താവന 1ഉം 2ഉം അല്ല 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. അത് ഏതാന്ന് ഓപ്ഷൻ നോക്കുക. പ്രസ്താവന 1ഉം 2ഉം ശരി, പ്രസ്താവന 2ഉം 3ഉം ശരി, എല്ലാ പ്രസ്താവനയും ശരി, പ്രസ്താവന 1ഉം 3ഉം ശരി. അപ്പോൾ പ്രസ്താവന 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ 1, 2, 3, 4, 5 ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കുറിപ്പാണ്. ഈ കുറിപ്പ് രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നോക്കാം. കഥ പറച്ചിലിന്റെ സൗന്ദര്യം മാതൃഭാഷയിലൂടെ അനുഭവിക്കുന്നു എന്നതാണ് ചെറുകഥകളുടെ സവിശേഷതകളിൽ ഒന്ന്. ഈ പ്രസ്താവനയെ അർത്ഥവത്താക്കുന്ന ഒന്നാണല്ലോ ശന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ. ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവവും മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മഴയും മലരും കിളിയും എല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ്. ഡോക്ടർ വത്സൻ വാതുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം ഏത്? കാടിനെ സംരക്ഷിക്കുക, മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക, പരിസ്ഥിതിയെ മലിനമാകാതിരിക്കുക, രാസകീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക.
നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. അതായത് ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം കുറിപ്പ് എഴുതാൻ. മാതൃഭാഷയിലൂടെയാണ് നാം പ്രകൃതിയെയും ചുറ്റുമുള്ള ജീവജാലങ്ങളെയും ആഴത്തിൽ അറിഞ്ഞു അനുഭവിക്കുന്നത്. സക്കറിയയുടെ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ വായിച്ചപ്പോൾ പ്രകൃതിയോടും പക്ഷികളോടുമുള്ള ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആത്മബന്ധം നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. പൂച്ചയുടെയും മറ്റു ജീവികളുടെയും മരണം കണ്ട ശാന്തനു പക്ഷികൾ മരിച്ചു വീഴുന്നത് കാണാത്തതിന് അവയ്ക്ക് മരണമില്ലെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ അവനോട് പക്ഷികൾ മരിക്കുന്നതിന് പകരം പുതിയ ലോകങ്ങളിലേക്ക് പറന്നു പോകുകയാണെന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയൊരു ആശ്വാസവും പ്രകൃതിയോടുള്ള സ്നേഹവും നിറയുന്നു. മാതൃഭാഷയുടെ ഭാവനാത്മക സൗന്ദര്യ ശൈലിയാണ് ഈ കഥയിലൂടെ പ്രകൃതിയുടെ അത്ഭുതലോകം എൻ്റെ മനസ്സിൽ എത്തിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം താഴെ തന്ന 3A 3B അതിലേതെങ്കിലും ഒരു ചോദ്യം എഴുതിയാൽ മതി. ഒന്ന് വിശകലന കുറിപ്പാണ്. മനസ്സിൻ്റെ സംഗീതം ഭാഷ മധുവാർന്ന വാക്കാണൻ മാതൃഭാഷ അറിയാൻ വെളിച്ചത്തെ തൂകിയെന്നും അഭിമാനമാകുമൻ മാതൃഭാഷ. തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക, അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് എഴുതുക. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്. MT വാസുദേവൻ നായർ. അപ്പോൾ മുകളിൽ കൊടുത്ത വരികളിലെയും മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗങ്ങളിലെയും ആശയങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായിട്ട് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം വിശകലന കുറിപ്പ് നോക്കാം. മാതൃഭാഷയുടെ അതായത് മനസ്സിൻ്റെ സംഗീതം മാതൃഭാഷ മധുവാർന്ന വാക്കാണൻ മാതൃഭാഷ അറിവാൻ വെളിച്ചത്തെ തൂകിയെന്നും അഭിമാനമാകുമൻ മാതൃഭാഷ. അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യവും സൗന്ദര്യവും വ്യക്തമാക്കുന്ന വരികളാണിത്. ഭാഷ എന്നത് കേവലം ആശയവിനിമയ ഉപാധി മാത്രമല്ല, മറിച്ച് അത് മനസ്സിൻ്റെ സംഗീതവും മധുരം നിറഞ്ഞ വാക്കുകളുമാണ്. അത് അറിവിൻ്റെ വെളിച്ചം തൂകുകയും ഏതൊരു മനുഷ്യനും അഭിമാനമായി മാറുകയും ചെയ്യുന്നു. ചിന്തകളെ സ്ഫുടം ചെയ്തെടുക്കാനും വികാരങ്ങളെ ആഴത്തിൽ പ്രകടിപ്പിക്കാനും സ്വന്തം തായ്മൊഴിയോളം പോന്ന മറ്റൊന്നില്ലെന്ന് ഈ വരികൾ സമർത്ഥിക്കുന്നു. ഇനി അടുത്തത് അഭിപ്രായക്കുറിപ്പ്. MT വാസുദേവൻ നായരുടെ വരികൾക്ക് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. MT എന്താണ് പറയുന്നത്? എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഭാഷയെ പലതിനോട് ഉപമിച്ചിരിക്കുകയാണല്ലോ. വീടായിട്ടും ആകാശമായി പ്രപഞ്ചമായിട്ടാണ് കവി കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന MT വാസുദേവൻ നായരുടെ വാക്കുകൾ മാതൃഭാഷ മനുഷ്യന് നൽകുന്ന അഭയത്തെയും സ്വാതന്ത്ര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വീട് നമുക്ക് സുരക്ഷിതത്വം തരുന്നത് പോലെ മാതൃഭാഷ നമ്മുടെ ചിന്തകൾക്ക് സുരക്ഷിതത്വം നൽകുന്നു. അത് അതിരുകളില്ലാത്ത ആകാശം പോലെ നമ്മെ സ്വതന്ത്രമായി ഭാവന ചെയ്യാൻ സഹായിക്കുന്നു. മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു എന്ന പാഠഭാഗത്ത് പറയുന്ന പോലെ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവുമായി നമ്മെ ബന്ധിപ്പിക്കാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പം 3A വിശകലനക്കുറിപ്പും അഭിപ്രായക്കുറിപ്പും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് 4AB. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യത്തെ ചോദ്യം കത്ത് തയ്യാറാക്കാനാണ്. രണ്ടാമത്തത് വായനാക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കത്ത് തയ്യാറാക്കാൻ എന്താണ്? ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗത്ത് പക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുക. അല്ലെങ്കിൽ വായനക്കുറിപ്പ്. പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളും എല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട്. ആ അത്ഭുതലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തിയ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതുപോലെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനാക്കുറിപ്പ് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കത്ത് എഴുതി നോക്കാം. സ്ഥലവും തീയതിയും എഴുതുക. പ്രിയപ്പെട്ട സുഹൃത്തിന് സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ അടിസ്ഥാന പാഠാവിലെ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന കഥ വായിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. കഥയിലെ ശാന്തനു എന്ന കുട്ടിക്ക് പക്ഷികളുടെ മരണത്തെക്കുറിച്ച് അറിയാൻ വലിയ കൗതുകമായിരുന്നു. അവൻ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ നൽകുന്ന മറുപടി വളരെ മനോഹരമാണ്. പക്ഷികൾ മരിക്കുകയില്ല, മറിച്ച് മലകളും പുഴകളും കടന്ന് ദൈവത്തിൻ്റെ നക്ഷത്ര വെളിച്ചത്തിലൂടെ പുതിയ ലോകങ്ങളിലേക്ക് പറന്നു പോവുകയാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. പ്രകൃതിയോടും ജീവികളോടും കാരുണ്യം വളർത്താൻ സഹായിക്കുന്ന മനോഹരമായ ഒരു കഥയാണിത്. സമയം കിട്ടുമ്പോൾ താങ്കളും ഈ കഥ തീർച്ചയായും വായിക്കണം. സ്നേഹത്തോടെ എന്നിട്ട് പേരെഴുതുക. ഇനി നമ്മൾ വായനാക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാത്തുമ്മയുടെ ആട്. കൃതി പാത്തുമ്മയുടെ ആട്. രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായുള്ള മനുഷ്യന്റെ ഇണക്കവും പിണക്കവും ലളിതമായി അവതരിപ്പിക്കുന്ന മികച്ച കഥയാണിത്. ബഷീറിന്റെ തറവാട്ടു വീട്ടിലെ അംഗങ്ങളും അവിടെയുള്ള ഒരു ആടുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. വീട്ടിലെ പുസ്തകങ്ങൾ വരെ തിന്നുന്ന ആടിന്റെ വികൃതികളും അതിനെ ചൊല്ലിയുള്ള കുടുംബാംഗങ്ങളുടെ സ്നേഹസമൃദ്ധമായ തർക്കങ്ങളും വായനക്കാരി വലിയ ചിരി ഉണർത്തുന്നു. ജീവികളോട് കാരുണ്യം കാണിക്കണമെന്ന സന്ദേശം ലളിതമായ രീതിയിൽ ഈ കൃതി അവതരിപ്പിക്കുന്നു. ഇനി അടുത്തത് പോസ്റ്ററാണ്. നമ്മുടെ
വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാതൃഭാഷയെ മാത്രമേ കഴിയൂ. മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന രീതി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക, മെസ്സേജ് എഴുതണം. എന്തെങ്കിലും മാതൃഭാഷ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും മെസ്സേജ് നമ്മൾ കുറിപ്പ് അതിൽ എഴുതണം. പിന്നെ അക്ഷരങ്ങളൊക്കെ എഴുതി അതൊരു മനോഹരമാക്കുക. ഇനി അടുത്തത് ആസ്വാദന കുറിപ്പാണ്. എന്താണ്? കിളിമൊഴിയാലെ ചിരിതൂകി കനവിലുണർന്നു കളി തൂകി നിലവിലരിഞ്ഞു പകർന്നേകി അമ്മ പകർന്നൊരു മലയാളം, മധുമൊഴി ചിതറും മലയാളം, മനമിതിലൊഴുകും മലയാളം, അമ്മിഞ്ഞപ്പാൽ മലയാളം. മലയാളം മധു ആലപ്പടം എഴുതിയാണ് ഈ കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. മാതൃഭാഷയായ മലയാളത്തിൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ അവിഭാജ്യമായ ബന്ധത്തെ അതീവ തീവ്രമായി ആവിഷ്കരിക്കുന്ന മനോഹരമായ കവിതയാണ് ആലപ്പുഴമ്പിൻ്റെ മലയാളം. കുഞ്ഞിൻ്റെ കിളിമൊഴിയും ചിരിയും കളിയും കനവുമെല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്നത് മാതൃഭാഷയിലാണ്. അമ്മതൻ കുഞ്ഞിന് പകർന്നു നൽകുന്ന അമൃതൊഴുകുന്ന അമ്മിഞ്ഞപ്പാല് പോലെ പരിശുദ്ധവും മധുരമുള്ളതുമാണ് മലയാള ഭാഷ. ഭാഷ കേവലം വാക്കുകളിലല്ല, മറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേരുന്ന സ്നേഹാനുഭൂതിയാണെന്ന് കവി സമർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാ ചോദ്യപേപ്പറിൻ്റെയും ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂട്ടുകാരെല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.